ഇന്നത്തെ റെസിപ്പി നമുക്ക് മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയുടെയാണ് കേട്ടോ. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉൾഭാഗമൊക്കെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ പഴംപൊരി നമ്മളെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പഴംപൊരി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത 3 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്ത പഴമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒത്തിരി പഴുപ്പ് കൂടിപ്പോയ പഴമായാലും നമുക്ക് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലാണോ. അപ്പോൾ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റേ നമ്മൾ സാധാരണ പഴംപൊരിക്ക് നീളത്തിലാണല്ലോ കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഈ ഒരു പഴംപൊരിക്ക് നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 3 പഴവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിലും ഈ ഒരു വലിപ്പത്തിലൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. നമുക്ക് ഈ ഒരു പഴംപൊരിയിലേക്ക് 2 മുട്ടയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ ഒരു അളവ് പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ 1 മുട്ട തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവുകയും ചെയ്യും. ഇനി നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടുതലായിട്ട് മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ 1.5-2 ടേബിൾ സ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഴമൊക്കെ ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ മാത്രം ഇതിലേക്ക് 1.5-2 ടേബിൾ സ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കാം. എനിക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 4 ബ്രെഡിൻ്റെ സൈഡ് പാർട്ടൊന്നും കളയാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെ പീസും മുട്ട മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മൈദമാവിലേക്ക് ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ബ്രെഡ് ക്രംസിൽ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പഴംപൊരിയുടെ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പഴത്തിൻ്റെ പീസും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയ പഴമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു പഴംപൊരിക്ക് ഉണ്ടാവുക. കാരണം ഈ പഴത്തിലേക്ക് മുട്ടയുടെയും മൈദമാവിൻ്റെയും ഒക്കെ കവറിങ്ങും ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ്ങും ഒക്കെ തന്നെയാണ്. പഴുപ്പ് കൂടി പോയിട്ടുള്ള പഴമാണെങ്കിലും പഴംപൊരി അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് അല്ല, നല്ല ലെയറായിട്ട് പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴത്തിൻ്റെ പീസും ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പഴത്തിൻ്റെ പീസും ഈ ചൂടായ എണ്ണയിലേക്കിട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഈ പഴംപൊരിയുടെ കളറൊക്കെ ചേഞ്ച് ആയി ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും ഒരേപോലെ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഉൾഭാഗമൊക്കെ നല്ല ടേസ്റ്റിൽ ലെയറോട് കൂടിയിട്ടും പുറംഭാഗം നല്ല ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള പഴംപൊരി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കും. സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ വീട്ടിൽ പഴുപ്പ് കൂടിപ്പോയിട്ടുള്ള പഴമുണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ വെറൈറ്റി രുചിയിലുള്ള പഴംപൊരി തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള പഴംപൊരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്. പിന്നെ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.